തിരുവനന്തപുരം ബേയാട് പള്ളിമുക്ക് ജംഗ്ഷൻ സമീപത്തായിട്ടാണ് 4 സെന്റിൽ ഏകദേശം 1500 സ്ക്വയർ ഫീറ്റിന് താഴെയുള്ള ഈ വീടടക്കം വിൽപ്പനയ്ക്കുള്ളത്. വളരെ നല്ലൊരു പ്രൈസ് എന്ന് പറഞ്ഞാൽ അത്രയും നല്ല കിഡിലൻ റേറ്റിന് ഈ പ്രോപ്പർട്ടി വാങ്ങിയെടുക്കുക. ഇപ്പം തന്നെ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ. നല്ലൊരു പ്രൈസ്, അതായത് ബഡ്ജറ്റ് റേറ്റിനൊക്കെ പ്രോപ്പർട്ടി ഈ ലൊക്കേഷനിൽ നോക്കുന്നവർക്ക് ഇതുപോലൊരു പ്രോപ്പർട്ടി ഈ ഒരു വിലയ്ക്ക് ഈ ചുറ്റുവട്ടത്ത് എന്തായാലും കിട്ടാൻ പോകുന്നില്ല. അത് നമുക്ക് ബെറ്റ് വയ്ക്കാൻ സാധിക്കും കേട്ടോ. അത്രയും നല്ലൊരു പ്രൈസാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബേയാട് പള്ളിക്ക് തൊട്ട് മുന്നേ ആയിട്ട് വലത്തോട്ട് കാണുന്ന വഴി, പള്ളിയുടെ കോമ്പൗണ്ടിനോട് ചേർന്ന് കാണുന്ന വഴി ഏകദേശം ഒരു 300 മീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ ലെഫ്റ്റിലേക്ക് കട്ടാവും. ഇങ്ങനെ കട്ടാവുമ്പോൾ തന്നെ നേരെ കാണുന്ന വീട് ഈ കാണുന്ന 4 സെന്റിൽ 1410 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു 2 ബെഡ്റൂം വീടാണ്. നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം. നമുക്ക് മുറ്റം അത്യാവശ്യം നല്ലൊരു മുറ്റം തന്നെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 വണ്ടി വേണമെങ്കിൽ കയറ്റി പാർക്ക് ചെയ്യാം. പക്ഷേ ഒരു വണ്ടി ഇങ്ങനെ ഇതിനകത്ത് തന്നെ തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഒരു വണ്ടി ഇങ്ങോട്ടേക്ക് എടുത്ത് തിരിഞ്ഞു പോകേണ്ടി വരും. പക്ഷേ അല്ലാണ്ട് ബാക്ക് ഇറങ്ങി പോകാനും വലിയ ബുദ്ധിമുട്ട് വരത്തില്ല കേട്ടോ. കാരണം എന്താ, ഈ റോഡ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഈ ഒരു വീട് കഴിഞ്ഞാൽ നമുക്ക് വലിയ ഇതിനകത്തേക്കുള്ള മെയിൻ റോഡായി. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം വരുന്നില്ല. നമുക്ക് 4 സെന്റ് സ്ഥലമുണ്ട്. അതുകൊണ്ട് തന്നെ വീടിന് ചുറ്റോട്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യും. ഇതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ വീടിന് ഏകദേശം ഒരു 8-9 വർഷത്തിനകത്തുള്ള പഴക്കമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഓണേഴ്സ് ഇവർ വിദേശത്താണ്. വല്ലപ്പോഴും വെക്കേഷൻ വരുന്ന സമയത്ത് മാത്രം ഇവിടെ വന്ന് താമസിക്കുന്ന സമയത്ത് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി നീറ്റാക്കി ഇടും. അവർ വീണ്ടും തിരിച്ചു പോയിട്ട് വരുമ്പോഴത്തേക്കും വീട് പിന്നെ അലങ്കോലമാവും. ആ ഒരു കാരണം കൊണ്ടാണ് ഇപ്പോൾ ഈ പ്രോപ്പർട്ടി സെയിലിന് വന്നിട്ടുള്ളത് കേട്ടോ. എന്തായാലും ഇതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം. നമ്മൾ അകത്തേക്ക് കയറി വരുമ്പോൾ ഇത് നമ്മുടെ ലിവിങ് ഏരിയ ആയിട്ട് വരും. അതിനോട് ചേർന്ന് തന്നെ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് ഇവിടെ ആയിട്ടാണ് ഡൈനിങ് സെറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് കാണുന്ന ഫർണിച്ചർ എല്ലാം അവർ മാറ്റുന്നുണ്ടാകും കേട്ടോ. AC പോലുള്ള ഫിറ്റിങ്സ് എല്ലാം അങ്ങനെ തന്നെ നിലനിർത്തുന്നുണ്ടാവും. ഈ ഭാഗത്തായിട്ട് നമ്മുടെ കിച്ചൺ വരും. കിച്ചണിനകത്ത് ഇപ്പം റീസെൻ്റ് ആയിട്ട് മോഡലാ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല നീറ്റായിട്ട് അങ്ങനെ ഒരു വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ നോക്കി ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തെല്ലാം തന്നെ ഒത്തിരിയധികം സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് നമ്മുടെ പിൻവശത്തേക്ക് ഇറങ്ങാം. ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ്. ഈ സൈഡിലേക്കെല്ലാം അത്യാവശ്യം സ്പേഷ്യസ് എന്ന് തന്നെ പറയാൻ സാധിക്കും. സാധാരണ ഇതിൽ 4 സെന്റ് സ്ഥലം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ചുറ്റുവട്ടം സ്പേസ് കുറവായിരിക്കും. ഇത് വീടിൻ്റെ ആ ഒരു ബിൽഡപ്പ് ഏരിയ നമുക്ക് താഴെ കുറച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് ചുറ്റുവട്ടം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യും. വേസ്റ്റൊക്കെ ഇവിടെ ഇട്ട് തന്നെ കത്തിക്കാനുള്ള സൗകര്യം എല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വീടിന് 2 ബെഡ്റൂംസാണ് വരുന്നത് കേട്ടോ. മൂന്നാമതൊരു ബെഡ്റൂം വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അതിനുള്ള സ്ഥലം നമുക്കവിടെ വിട്ടിട്ടുണ്ട്. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ്. ഈ കാണുന്നത് പോലെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിനകത്തുള്ള തടിപ്പണികളെല്ലാം ചെയ്തിട്ടുള്ളത് തേക്കിനടിയിലാണ്. എന്നു വെച്ചാൽ തേക്കിൽ ചെയ്തതിന് ശേഷം വീണ്ടും പെയിൻറ്റ് ചെയ്തൊക്കെ എടുത്തിട്ടുള്ളതാണ്. അത് മിക്കവാറുമുള്ള എല്ലാ തടിപ്പണികളും ആ രീതിയിൽ ചെയ്യിപ്പിച്ചാണ് കേട്ടോ. കാരണം ഇവർ സ്വന്തമായിട്ട് അവരുടെ ആവശ്യത്തിന് വേണ്ടി വെച്ചൊരു വീടായിരുന്നു. നമുക്ക് ബാത്റൂം വരുന്നത് കോമൺ ബാത്റൂമാണ്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഈ കാണുന്ന പോലെ ഒരു കോമൺ സ്പേസ്. ഇവിടെ തന്നെ നമുക്ക് ഇതുപോലെ ഒരു അലമാര ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആയാലും തടിപ്പണികൾ ശരിക്കും എല്ലാം തേക്കിൻ തടിയിലാണ്. നമുക്ക് അതിൻ്റെ പുറത്ത് വാർണിഷ് അടിച്ചിട്ടുള്ളതാണ് കളർ വന്നിട്ടൊന്ന് മാറിയിട്ടുള്ളത്. അതിപ്പം ജനലിൻ്റെ പാളി ആയിക്കോട്ടെ, നമുക്ക് താഴത്തെ ജനലിൻ്റെ പാളികളൊക്കെ റോസ് വുഡിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എങ്ങനെയാ വെച്ചാൽ അവരുടെ സ്വന്തം ആവശ്യത്തിന് അവരുടെ പറമ്പിലുണ്ടായിരുന്ന സാധനങ്ങൾ തന്നെ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള വർക്കാണ്. നമുക്ക് ഈ ഭാഗത്ത് അടുത്തൊരു ബെഡ്റൂം കാണാം. എങ്ങനെയാ വെച്ചാൽ ഇതിന് എനിക്ക് ഇത്ര ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞ് തോന്നിയത് 2 ബെഡ്റൂമേ ഉള്ളൂ. അത് മാത്രമേ ഒരു പ്രശ്നമായിട്ടുള്ളൂ. പക്ഷേ എല്ലാം നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിത് മേളത്തെ നിലയിൽ അടുത്തൊരു ബെഡ്റൂമാണ്. ഇതുപോലൊരു കോമൺ ബാത്റൂമാണ് മേളത്തെ നിലയിലും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമുക്കിനി ഒരു ബെഡ്റൂം കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്ഥലം ഈ ഭാഗത്തായിട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഒരു റൂം കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സുഖമായിട്ട് ചെയ്യാനുള്ള സ്പേസ് ഈ ഭാഗത്തായിട്ട് കിട്ടും. ഇതാണ് നമ്മുടെ ബാൽക്കണി ഏരിയ വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാൽക്കണിയാണ്. ഇവിടെ ഇതുപോലെ സോപാനമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം മറ്റേ തേക്കിൻതടിയിൽ തന്നെയാണ്, വുഡിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെ നിന്നുള്ള വിഷ്വൽ ഇതാണ് കേട്ടോ. അതായത് ചുറ്റുവട്ടം നല്ല വീടുള്ള അടിപൊളി ഒരു ലൊക്കേഷനാണ്. പേയാട് പള്ളിമുക്ക് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്കിവിടെ നിന്ന് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 9 കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ. നമുക്ക് ആ ഒരു പേയാട് ജംഗ്ഷനിൽ, പള്ളിമുക്ക് എന്ന് പറയുമ്പോൾ തന്നെ പേയാട് ജംഗ്ഷനോടെ ഒരു ഭാഗമായി, അവിടെ നോക്കുകയാണെങ്കിൽ 300 മീറ്ററിൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം. ഉദ്ദേശിക്കുന്ന വില 55 ലക്ഷം രൂപയാണ്. ഈ ഒരു വിലയ്ക്ക് ഈ ലൊക്കേഷനിൽ എന്തായാലും സ്ഥലമൊന്നും കിട്ടാൻ പോണില്ല കേട്ടോ. ഇതൊരു നല്ലൊരു പ്രൈസാണ്. പെട്ടെന്ന് തന്നെ ഡീലായിരിക്കും.